ഇന്ന് ഞാനൊരു വെജിറ്റേറിയൻ റെസിപ്പിയാണ് നിങ്ങൾക്കായിട്ട് തയ്യാറാക്കുന്നത്. 2 നോമ്പിൻ്റെ സമയമാണ്, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നോൺ വെജിറ്റേറിയനും ഞാൻ പോസ്റ്റ് ചെയ്യാം. ഇന്ന് ചെയ്ത് കാണിക്കുന്നത് ഒരു വെജിറ്റബിൾ പുലാവാണ്, അതായത് പൊട്ടറ്റോ പുലാവാണ്. ആദ്യമായിട്ട് ഇപ്പോഴാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം, മറക്കരുത്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കെല്ലാം മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റെല്ലാം ഞാൻ വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം. വീട്ടിൽ തയ്യാറാക്കുന്ന ഭക്ഷണമാണ് നല്ലത്, ആരോഗ്യമുള്ളതും. ഹോം ഫുഡ് ഈസ് ദ ബെസ്റ്റ് ഫുഡ്, സോ കുക്ക് അറ്റ് ഹോം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഒരു പാനിലേക്ക് ബ്ലാക്ക് കാർഡമം, ക്ലോവ്സ് അഥവാ ഗ്രാമ്പൂ, തക്കോലം, അതുപോലെ കുറച്ച് കുരുമുളക്, പിന്നെ ഇത് ജാതിപത്രിയാണ്. ഈ സാധനം എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക്. തീ ഞാനിതുവരെ കത്തിച്ചിട്ടില്ല കേട്ടോ. 1-2 വെളുത്തുള്ളി അരിഞ്ഞത്, സവാള, പിന്നീട് മല്ലിയില, പുതിനയില, പെരിഞ്ജീരകം അഥവാ ഫെനൽ സീഡ്, ഹോളായിട്ടുള്ള കൊറിയാൻഡർ സീഡ്സ് അഥവാ മല്ലി, ചെറിയ ജീരകം അഥവാ ക്യുമിൻ സീഡ്, ചെറിയൊരു കഷ്ണം പട്ട. ഇതെല്ലാം കൂടി ഇട്ട് എന്തിനാണ് പുറപ്പാടെന്ന് ചിന്തിക്കുന്നതായിരിക്കും അല്ലേ. പിന്നീട് ഇതിലേക്ക് ഉപ്പിട്ടു. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിക്കണം. അത് നന്നായിട്ട് തിളയ്ക്കട്ടെ. ഞാനൊരു 3 പൊട്ടറ്റോ ആണ്, ഇതിന് മീഡിയം സൈസ് എന്ന് പറയാം. ഏകദേശം ഒരുപോലെ കട്ട് ചെയ്യണം, എങ്കിലേ അത് ഒരുപോലെ വേഗത്തുള്ളൂ. അരിഞ്ഞതിന് ശേഷം അതൊന്ന് വൃത്തിക്ക് കഴുകണം, അതിൻ്റെ പൊടിയൊക്കെ ഒന്ന് പോകാനായിട്ടാണ്. അതിലേക്ക് ഒരല്പം ഉപ്പൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേന് ഈ ഉരുളക്കിഴങ്ങിനകത്തൊന്ന് വെള്ളമെല്ലാം ഇറങ്ങും. അങ്ങനെയാണെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഉരുളക്കിഴങ്ങ് പൊടിഞ്ഞു പോവില്ല. വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അത് ഞാനൊന്ന് അടച്ച് വെക്കുകയാണ്. നല്ല വൃത്തിയായിട്ട് തിളച്ച് പിന്നെയും ഒരു 5 മിനിറ്റ് കൂടായി. ഇനി ഞാൻ തീ ഓഫ് ചെയ്തിടാം. നമുക്ക് ഈ വെള്ളം സ്ട്രെയിൻ ചെയ്താണ് നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് 2 കപ്പ് അരി, ഇത് ബസ്മതി റൈസാണ് എടുക്കുന്നത്. നേരത്തെ കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകും. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ കഴുകി ഒരു 10-15 മിനിറ്റ് ഒന്ന് തോരാനായിട്ട് വെച്ചാൽ മതി. വെള്ളത്തിലിട്ട് വെക്കരുത്, അരി പൊടിഞ്ഞു പോകും. അപ്പം നമുക്കിനി ഉള്ളി വറക്കാം. അത് നമ്മൾ കുക്ക് ചെയ്യുന്ന പാത്രത്തിനകത്ത് തന്നെ അങ്ങ് ചെയ്താൽ മതി. ചൂടാകുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തേക്ക് എണ്ണയും നെയ്യും പകുതി പകുതിയായിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് ആ വറക്കാനുള്ള ഉള്ളി അതിങ്ങനെ ഒന്ന് വിടർത്തിയിട്ട് കൊടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാൻ. നമ്മുടെ ഉള്ളി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ എണ്ണയിലേക്ക് തന്നെ 2 ബേ ലീവ്സ് ഇട്ട് കൊടുക്കാം. ജീരകം, ആ ജീരകം പൊട്ടുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് വെള്ളം ഇടരുത്, ഉരുളക്കിഴങ്ങ് മാത്രം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിത് വേകാനായിട്ട് ഒന്ന് അടച്ചു വയ്ക്കുകയാണ് ഒരു 5 മിനിറ്റ്. അത് വേഗം ഫ്രൈ ചെയ്യുകയും കൂടെ ചെയ്യട്ടെ. നമ്മളിവിടെ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളമുണ്ടല്ലോ, അതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുത്ത് അതിൻ്റെ മെഷർമെൻ്റ് ഒന്ന് കറക്റ്റാക്കി വെക്കണം. ഈ വെള്ളത്തിൻ്റെ അളവിൻ്റെ ബാക്കി വേണം അഡീഷണൽ ആയിട്ടുള്ള വെള്ളം നമ്മൾ ചേർക്കാൻ. അതൊരു പകുതി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ചുകൂടെ ഒന്ന് വെന്തോട്ടെ. അപ്പം ഈ സമയത്ത് നമുക്കിനിയും ക്യൂബായിട്ട് അരിഞ്ഞ തക്കാളി ഇതിനകത്തേക്ക് ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വീണ്ടും ഒരു ശകലം നേരം കൂടെ ഒന്ന് അടച്ചു വയ്ക്കാം. നമുക്ക് അതിനകത്തേക്ക് ഈ റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്താൽ നമ്മുടെ ചോറ് പിന്നെ ഒട്ടിപ്പിടിക്കത്തില്ല. ഇതിലേക്ക് കുറച്ച് പുതിനയും അതുപോലെ തന്നെ മല്ലിയിലയും കൂടെ അരിഞ്ഞതും കൂടി ഇടാം. ഇതിലേക്ക് നമ്മളിനിയും ആ സ്ട്രെയിൻ ചെയ്ത് വെച്ച വെള്ളം ഒഴിച്ച് കൊടുക്കണം. ആവശ്യമെങ്കിൽ അല്പം കൂടി ഉപ്പിട്ട് കൊടുക്കണം. പിന്നീട് അതിലേക്ക് ചെറിയ നാരങ്ങയുടെ നീര്. ഈ നാരങ്ങ ചേർക്കുന്നതും ഈ ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ സഹായിക്കുമെന്നാണ് അറിവുള്ളവർ പറഞ്ഞിട്ടുള്ളത്. എനിക്കത്ര അറിവൊന്നും ഇല്ല കേട്ടോ, അതാ ഞാൻ പറഞ്ഞു. പെട്ടെന്ന് വേകട്ടെ. ഇപ്പം നന്നായിട്ട് ആവി വരുന്നുണ്ട്. ആ തീ ഒന്ന് കുറച്ച് വയ്ക്കണം. ഒരു പച്ചമുളക് ഒന്ന് 2-3 കീറിയത്, അതുപോലെ നമ്മൾ ആ വറുത്ത് വെച്ച ഉള്ളിയില്ലേ അതിൻ്റെ ഒരു പകുതി ഭാഗമായിട്ട് കൊടുക്കാം. ഗരം മസാലയും നമുക്ക് ചെറിയ തീയിൽ വെച്ച് ബാക്കി ഭാഗം കൂടെ ഒന്ന് വെന്തെടുത്താൽ മതി. അപ്പോൾ അത് അടച്ചു വയ്ക്കാം. പുലാവ് റെഡി ആയിട്ടുണ്ട്, കാണാമല്ലോ. ഇത് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ ആ തംസപ്പ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇഷ്ടപ്പെട്ടില്ല എങ്കിലും നിങ്ങളുടെ കമൻസ് അതുപോലെ സജഷൻസ്, കറക്ഷൻസൊക്കെ കമൻസ് ബോക്സിൽ പോസ്റ്റ് ചെയ്യണം. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റ് നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.